സാമ്പ്രാണിക്കൊടി പോയതിൻ്റെ വീഡിയോസാണ് കേട്ടോ. അതായത് ഞാൻ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഇട്ടിരുന്നു. ഞാൻ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ഇനി സാമ്പ്രാണിക്കൊടിയിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇതുവരെ പോയിട്ടില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. കാരണം ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കധികം നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു എന്ന്. പോയി യാത്രയൊക്കെ സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. നമ്മൾ പോയിട്ട് അവിടെ തന്നെ ഫുഡ് കഴിക്കാനുള്ള സ്പേസൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മളിവിടുന്ന് ഏകദേശം 10 മണി ആ ഒരു ടൈമിൽ, അല്ല 9:30 ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ട് നമ്മളവിടെ എത്തിയത് ഏകദേശം ഒരു 12:45 1 മണി അടുപ്പിച്ചാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായത്. ആദ്യം നമ്മൾ എല്ലാ ഫാമിലീസും അവരവർക്ക് വേണ്ട ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കഴിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആ ഒരു സറൗണ്ടിങ്സിൽ നിന്നിട്ട് ചുറ്റി നടന്നു കണ്ടു. ദെൻ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ബോട്ടിൽ കയറാനായിട്ട് പോയി. എന്താ ബോട്ടിൽ കയറി. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അതായത് എന്ത് പറയണമെന്നറിയില്ല, വല്ലാത്തൊരു പേടിയായിരുന്നു. എനിക്ക് ശ്വാസം തന്നെ നേരെ കിട്ടുന്നുണ്ടായില്ല ബോട്ടിൽ കയറിയിട്ട്. ഫസ്റ്റ് കയറിയൊരു സമയത്തെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഒരു സൈഡിൽ കൊണ്ടിട്ട് കൂടിയിട്ട് അത് ചരിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ തന്നെ നല്ല പേടിച്ചതാണ് കേട്ടോ. ദെൻ പിന്നെ ഒരു കുഴപ്പമൊന്നുമില്ലാതെ പോയി. അങ്ങോട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പോയത് ശ്വാസം പിടിച്ചിരുന്നിട്ടാണെന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ വല്ലാത്തൊരു പേടിയാണ് അനുഭവപ്പെട്ടത് കേട്ടോ. അതുപോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ അലർജിക് പേഴ്സൺസോ അങ്ങനെയുള്ള ആളുകൾ, നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് അലർജി ഉള്ള ആളുകളാണെങ്കിൽ ദയവേത് നിങ്ങൾ ഈ വെള്ളത്തിൽ പോയിട്ട് ഇറങ്ങാണ്ടിരിക്കുക. ഇപ്പം ഈ അലർജി ഉള്ളവർ ഇപ്പം ഇറങ്ങിയെന്ന് വെച്ചിട്ട് പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവണമെന്നില്ല, കുറച്ചേതെങ്കിലും പേർക്ക് പ്രശ്നം ഉണ്ടാവും. പിന്നെ മാക്സിമം ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഈ വെള്ളത്തിൽ ഇറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്പേസിലുള്ള വെള്ളം അത്ര ഹൈജീൻ ആയിട്ടുള്ളതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം അൺഹൈജീൻ ആയിട്ടുള്ള വെള്ളം തന്നെയായിരുന്നു. നമ്മളത് ഫസ്റ്റ് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പിടാണ്ടൊക്കെയാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിലും കുട്ടികളെ ഇറക്കി നിർത്തുന്നതെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അടിയിൽ വേരോ എന്തോ ഒരു സംഭവം ഉണ്ടെന്നത് കാലിൽ കൊണ്ട് കയറും. എൻ്റെ കാലിൽ 3-4 തവണ കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടായി കേട്ടോ. എൻ്റെ കാലിൽ മാത്രമല്ല, എൻ്റെ ഉമ്മേൻ്റെ കാലിലൊക്കെ കൊണ്ടിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഇറങ്ങുന്നവർ മാക്സിമം നിങ്ങൾ ചെരുപ്പിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞങ്ങൾ ബോർഡിൽ ചെരുപ്പ് കൂടി ഇട്ടിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എങ്ങനെയൊക്കെയോ നിന്നു എന്ന് തന്നെ പറയാം. പിന്നെ വെള്ളം ആഴം കൂടിയ സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല, നല്ല ശുദ്ധമായ വെള്ളമാണ് അവിടെ ഉള്ളത്. പക്ഷേ ഫസ്റ്റ് നമ്മൾ ഇറങ്ങുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ ഭയങ്കര പറയേണ്ടതെന്നറിയില്ല, ഭയങ്കര അൺഹൈജീൻ ആയിട്ടുള്ള വെള്ളം പോലെ ഫീൽ ചെയ്തു. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ വന്ന കുറച്ച് പേർക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് വന്നിട്ടുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവിടെ ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്തൊന്നും നമുക്ക് തോന്നില്ല. കണ്ടോ, ഈ ഒരു സ്ഥലത്തെ ഒരു വെള്ളം കണ്ടാൽ തന്നെ ഇവിടെ ഒന്നും അത്ര ഹൈജീൻ അല്ല, അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ നിങ്ങൾ മെയിൻലി പറയുന്നത് വെച്ചാൽ അവിടെ നിന്ന് ഫുഡ്സ് മാക്സിമം വാങ്ങി കഴിക്കാണ്ടിരിക്കുക. ഈ ഉപ്പിലിട്ടത് അതൊക്കെ കുഴപ്പമില്ലയെന്ന് വെക്കാം, പക്ഷേ ഈ വെള്ളം ഐറ്റംസ്, സർബത്ത് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മാക്സിമം വാങ്ങിക്കാണ്ടിരിക്കുക. കാരണം നമ്മൾ ഈ നടന്നു പോകുന്ന വെള്ളത്തിൽ തന്നെ കൈയിട്ട് കഴുകിയിട്ടാണ് അവർ അതൊന്ന് വീത്തുകയും കഴുകുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെന്നല്ല, നിങ്ങളും ഇതുപോലെയുള്ള അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒന്ന് വാങ്ങി കുടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ള കാര്യം എന്ന് പറയുമ്പോൾ, എനിക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പ്രശ്നമില്ലായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് സമയം കഴിഞ്ഞ് കരയിലെത്തിയ ആ ഒരു സമയം മുതൽ എനിക്ക് കാലിനൊക്കെ ചെറിയ ഇറിറ്റേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാല്, കൈ, അതുപോലെ ഒക്കെ ചെറിയ രീതിയിൽ ഇറിറ്റേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അത് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായി. പിന്നെ ഞാൻ ടാബ്ലറ്റ് എടുത്തു. പിന്നെ ടാബ്ലറ്റ് എടുത്തതിൻ്റെ ഇതിൽ എനിക്ക് ഫേസിലൊക്കെ നല്ല നീര് വന്നിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു.